നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്നലെ വരെ വളരെ സന്തോഷത്തോടെ പോയ ആ വീട്ടിൽ ഇപ്പോൾ ചലനമറ്റ ശരീരങ്ങൾ എത്തിയിരിക്കുന്നു. വളരെ വലിയ ആഘാതമുണ്ടാക്കിയിട്ടുള്ള ഒരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം കൊല്ലത്ത് നിന്ന് നമ്മൾ കേട്ടത്. ഒരു ടിപ്പർ ലോറി ഇടിച്ച് 3 പേരുടെ ജീവനറ്റിരിക്കുന്നു. മുക്കോണിമുക്കിലെ ഫ്ളാറ്റിലെ 2ാം നിലയിൽ താമസിക്കുന്ന ജയശ്രീ വാതിൽ തുറന്നു നോക്കിയപ്പോൾ കണ്ടത് ഞെട്ടിക്കുന്ന കാഴ്ചയാണ്. റോഡിന്റെ എതിർവശത്ത് ജയശ്രീ നടത്തുന്ന ജാൻവി സ്റ്റിച്ചിങ് സെന്റർ കെട്ടിടത്തിന്റെ വശവും മതിലും തകർന്ന് പാടെ മറഞ്ഞു കിടക്കുന്ന ടിപ്പർ ലോറി. അപകടത്തിൽ ചിതറിത്തെറിച്ച ശരീരഭാഗങ്ങൾ ചെറിയ പ്ലാസ്റ്റിക് കവറുകളിലാക്കി ആംബുലൻസിലേക്ക് പെറുക്കി വയ്ക്കുന്നത് കണ്ടതോടെ ജയശ്രീയുടെ സമനില തെറ്റി. അവർ വേഗം മുറിയിലേക്ക് കയറി കതകടച്ചു. മനുഷ്യരിൽ ചിലർ അങ്ങനെയാണ്. ഇത്തരം സന്ദർഭങ്ങൾ കണ്ടു നിൽക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ ഭൂമിയിലെ മാലാഖമാരിൽ ഒരാളായ അഞ്ജുവിന് അതങ്ങനെ കണ്ടു നിൽക്കാതിരിക്കാൻ പറ്റിയില്ല. അതിന് നടപടിയെടുക്കാൻ പറ്റിയില്ല. യാഥാർത്ഥ്യം എന്തെന്ന് മനസ്സിലാക്കി തൻ്റെ നടപടി ഇവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു ജീവൻ രക്ഷപ്പെടുത്താമെന്ന് ഉറപ്പിച്ച് അഞ്ജുവും ഇറങ്ങിത്തിരിച്ചു. മനസ്സ് കല്ലാക്കി അവൾ ആ സ്ഥലത്തേക്ക് ഇറങ്ങി ഫോണെടുത്ത് ഒരു നമ്പറിലേക്ക് വിളിച്ചതിൻ്റെ ഭാഗമായിട്ട് 2 ജീവനുകളാണ് രക്ഷപ്പെട്ടത്. അഞ്ജുവിൻ്റെ മുന്നിൽ കിടന്നു പിടയുന്ന 2 ജീവനുകൾക്ക് അഞ്ജുവിൻ്റെ കരങ്ങളാൽ പുതിയ ജീവൻ ലഭിച്ചിരിക്കുന്നു. നേരെ പാഞ്ഞെത്തിയ ദുരന്തത്തിൽ നിന്ന് 2 കുഞ്ഞുങ്ങളെയാണ് അഞ്ജു ജീവിതത്തിലേക്ക് കരകയറ്റിയത്. ഇതോടുകൂടെ അഞ്ജുവിനെ കാവൽ മാലാഖയായി ആ നാട്ടുകാരൊന്നടങ്കം പറയുന്നു. സ്ഥലത്തേക്ക് ഓടിയെത്തിയ അഞ്ജു ഇളയ സഹോദരൻ വൈശാഖ് അഗ്നിരക്ഷാസേനയെ ഫോണിൽ വിളിച്ച് രക്ഷാസ്ഥലത്തേക്ക് എത്തിച്ചതുകൊണ്ടാണ് ഈ 2 ജീവനുകൾ രക്ഷപ്പെടുത്തിയത്. 12 പേരെങ്കിലും ദുരന്തത്തിൽപ്പെടുമെന്ന് കരുതിയ അപകടത്തിലെ രക്ഷകരായി മാറിയ ഇവരുടെ കരങ്ങളെക്കുറിച്ച് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം കയ്യടിയോടെ തന്നെ സംസാരിക്കുന്നുണ്ട്. BSc നഴ്സിംഗ് വിദ്യാർത്ഥിയായ നീലേശ്വരം ദിവ്യാഭവനിൽ ബി അഞ്ജലി എന്ന് പറയുന്ന അഞ്ജു ആണ് തൻ്റെ സഹോദരനുമൊത്ത് ഇത്തരത്തിൽ വലിയൊരു നന്മ ചെയ്തിരിക്കുന്നത്. 8ാം ക്ലാസ്സുകാരനായ വൈശാഖ് എന്ന് പറയുന്ന സഹോദരനെ കൂടെ നിർത്തിക്കൊണ്ടായിരുന്നു രക്ഷാപ്രവർത്തനങ്ങൾ. അപകടത്തിന് തൊട്ടടുത്തായിരുന്നു ഇവരുടെ വീട്. അവിടെ നിന്ന് നീലേശ്വരത്ത് ക്ഷേത്ര ദർശനത്തിന് പോകാൻ ബസ് കാത്തു നിൽക്കുന്ന സമയത്തായിരുന്നു അഞ്ജലി ഈ അപകടം കാണുന്നത്. തൊട്ടടുത്ത് നിന്ന കുഞ്ഞുങ്ങളുടെ നേർക്ക് ടിപ്പർ ലോറി പാഞ്ഞു വരുന്നത് കണ്ട ഉടൻ തന്നെ കൈകളിൽ പിടിച്ച് അഞ്ജു അവരെ മറ്റൊരിടത്തേക്ക് വലിച്ചു മാറ്റുകയായിരുന്നു. അതുകൊണ്ട് ആ ജീവനുകൾ രക്ഷപ്പെട്ടു. അതേസമയം ഇത്തരത്തിൽ അതിജീവനത്തിന്റെ കഥകൾ ഒരുപാട് പുറത്തു വരുന്നുണ്ട് എങ്കിൽ പോലും വളരെ വേദനിപ്പിക്കുന്ന 3 മരണവാർത്തകൾ, 3 വീട്ടിലെ ആ ഒരു കണ്ണീരിന്റെ വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ആ നഷ്ടപ്പെട്ട ജീവൻ അത് വളരെ പ്രധാനപ്പെട്ടത് തന്നെയായിരുന്നു. ഒരാളുടെ അശ്രദ്ധ കൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ 3 പേർ എന്തിനെന്ന് പോലും അറിയാതെ കഴിഞ്ഞ ദിവസം അപ്രതീക്ഷിതമായി ഈ ലോകത്തോട് വിട പറഞ്ഞത്. എന്തായാലും കൊല്ലം കൊട്ടാരക്കര നീലേശ്വരത്ത് നടന്ന അപകടത്തിൽ 3 പേരുടെ ജീവനെടുത്ത ലോറിയുമായി ബന്ധപ്പെട്ടുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളും പുറത്തു വന്നു. ടിപ്പർ ലോറി അപകടത്തിൽ കടുത്ത നിയമലംഘനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ അടക്കം കണ്ടെത്തിയിരിക്കുന്നത്. വണ്ടിയുടെ ഡ്രൈവർ നിസാമിന് ഹെവി ലൈസൻസിന് ഉണ്ടായിരുന്നില്ല. അതില്ലാതെയായിരുന്നു അയാളുടെ ഈ വാഹനം ഓടിക്കൽ. കൂടാതെ അപകട സമയത്ത് വാഹനത്തിന്റെ GPS സംവിധാനം ഓഫാക്കിയ നിലയിലായിരുന്നു എന്നതും കണ്ടെത്തിയിട്ടുണ്ട്. ഗൾഫിലായിരുന്ന നിസാം 1 മാസം മുൻപാണ് നാട്ടിലെത്തിയത്. നാട്ടിലെത്തി ഇയാൾ ആദ്യമായി വണ്ടി ഓടിച്ചതെന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളും പുറത്തു വരുന്നു. അപകടത്തിൽ സാരമായി പരിക്കേറ്റ ഇയാൾ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നു. അമിത വേഗതയിലായിരുന്നതിനാൽ ഇറക്കവും വളവും ഒന്നിച്ചു വരുന്ന റോഡിൽ വച്ച നിസാമിന് ലോറിയുടെ നിയന്ത്രണം നഷ്ടപ്പെടുകയും മുന്നിലുണ്ടായിരുന്ന ബുള്ളറ്റിനെ അടക്കം മുന്നോട്ട് ഓടിച്ചു കയറ്റി സ്റ്റോപ്പിലേക്ക് ഇടിച്ചു കയറുകയുമായിരുന്നു എന്നാണ് പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ. അമിത വേഗതയിലാണ് ടിപ്പർ ഉണ്ടായിരുന്നത് എന്ന ദൃക്സാക്ഷികളുടെ മൊഴി ശരിവെക്കുന്നതാണ് മോട്ടോർ വാഹന വകുപ്പിന്റെയും കണ്ടെത്തൽ. അപകടമുണ്ടാക്കിയ ലോറിക്ക് 17 വർഷത്തെ പഴക്കമുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. മുൻപും പലതവണ ഈ വണ്ടി നിയമലംഘനങ്ങൾക്ക് പിടിക്കപ്പെട്ടിട്ടുള്ളതായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നു. ടിപ്പർ ഡ്രൈവർക്ക് ലൈസൻസ് ഇല്ല, മനഃപൂർവ്വം GPS ഒഴിവാക്കി. ഇതൊക്കെ വലിയ സംശയങ്ങൾ വഴിവെക്കുന്നുണ്ട്. 17 വർഷത്തെ പഴക്കവും തകരാറുമുള്ള ഈ വണ്ടിക്ക് എങ്ങനെയാണ് ഫിറ്റ്നസ് ലഭിച്ചത്? വളരെ സുപ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഇത്. ആ ഒരു ഫിറ്റ്നസ്
അത് സംബന്ധിച്ചുള്ള നിയമ നടപടികൾ അത് വലിയ രീതിയിലുള്ള ദുരൂഹതകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. കൊല്ലത്ത് കുട്ടികൾക്കിടയിലേക്ക് പാഞ്ഞു കയറിയ അപകടത്തെക്കുറിച്ച് ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ വാഹനത്തിന് കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലാണ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിച്ചതെന്നാണ് വിവരം. എന്നാൽ സർട്ടിഫിക്കറ്റ് ലഭിച്ചു എന്ന് പറയുമ്പോഴും നിലവിൽ ഫിറ്റ്നസിൽ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉള്ളതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു നടപടി എന്നത് RTOയെ സംബന്ധിച്ച് വളരെ വലിയ ആശങ്കയിലാക്കുകയാണ്. എന്തായാലും വിശദമായ പരിശോധനകൾക്ക് വേണ്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ നടപടിയടക്കം ഉണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. കഴിഞ്ഞ ദിവസം ഏകദേശം രാവിലെ 7 മണിയോടെയാണ് നമ്മുടെ നാടിനെ ഒന്നടങ്കം നടക്കിയിട്ടുള്ള ആ ഒരു അപകട മരണം ഉണ്ടാകുന്നത്. സ്കൂളിലേക്കും മറ്റുമായി ബസ് കാത്തുനിന്ന ആളുകൾക്കിടയിലേക്ക് ലോറി പാഞ്ഞെടുക്കുകയായിരുന്നു. സ്റ്റോപ്പിലിരുന്ന സ്ഥലത്തെ മതിലും ഇടിച്ചുകൊണ്ടാണ് ലോറി മുന്നോട്ട് പോയത്. അതുകൊണ്ട് തന്നെ കോൺക്രീറ്റ് കഷ്ണങ്ങൾക്കും മണ്ണിനുമിടയിലായി ആളുകൾ കുരുങ്ങിക്കിടന്നു. ഒരു വിദ്യാർത്ഥി ഉൾപ്പെടെ 3 പേരാണ് അപകടത്തിൽ അതിദാരുണമായിട്ട് മരണപ്പെട്ടത്. രാവിലെ 7:10 എത്തേണ്ടിയിരുന്ന ബസ് കാത്തു നിന്നവരായിരുന്നു അപകടത്തിൽപ്പെട്ട കൂടുതലും ആളുകൾ. എന്നാൽ ഈ ബസ് വരാൻ 2 മിനിറ്റ് വൈകിയതോടെയാണ് അപകടത്തിൽപ്പെട്ടത്. ഈ സമയം കൊണ്ട് 3 പേരുടെ ജീവനെടുത്ത ടിപ്പർ താണ്ഡവമായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സ്കൂളിലേക്ക് പോകാൻ വന്ന കുട്ടികൾ, മക്കളെ ബസ് കയറ്റി വിടാൻ വന്ന അച്ഛനും അമ്മയും എന്നിങ്ങനെ സ്റ്റോപ്പിൽ വിദ്യാർത്ഥികളും മുതിർന്നവരുമായി 10-ലധികം ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ് വിവരം. ലോറി പാഞ്ഞു വന്ന് ബുള്ളറ്റിനെ ഇടിച്ചു തെറിപ്പിക്കുന്നത് കണ്ട് കുറച്ചുപേർ പെട്ടെന്ന് ഓടി മാറിയെങ്കിലും ബാക്കിയുള്ളവർക്ക് അതിനും സാധിക്കാതെ പോവുകയായിരുന്നു. മണ്ണ് മുകളിലേക്ക് വീണതിനാൽ രക്ഷാപ്രവർത്തനവും വളരെ വലിയ ദുഷ്കരമായ ഒരു കാര്യമായി. കുടവട്ടൂർ സ്വദേശിയായിട്ടുള്ള ഹരിലാൽ എന്ന് പറയുന്ന 54-കാരൻ, കാർമൽ സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായിട്ടുള്ള പാർത്ഥിവ, നീലേശ്വരം മുക്കോണി മുക്ക് സ്വദേശിയായിട്ടുള്ള അജയകുമാർ എന്നിവരാണ് ഇത്തരത്തിൽ അപകടത്തിൽ മരണപ്പെട്ടത്. ബസ് സ്റ്റോപ്പിലുണ്ടായിരുന്ന വിദ്യാർത്ഥികളായ കോശാൽ, അതുപോലെ തന്നെ ഋഷഭ് ഭോവൻ, നവനീത്, ജിബിമോൾ എന്നിവർക്കും ടിപ്പർ ഡ്രൈവറായിട്ടുള്ള ചവറ സ്വദേശിയായ നിസാമിനും അതിഗുരുതരമായിട്ടുള്ള പരിക്കുകളേറ്റിട്ടുണ്ട്. പരിക്കേറ്റവരിൽ 2 പേർ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലും ഒരാൾ ഗോകുലം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും 2 പേർ മെഡിസിറ്റിയിലുമായിട്ട് ചികിത്സയിൽ തുടരുന്നു. മെഡിസിറ്റിയിൽ ചികിത്സയിലുള്ള ഋഷഭ് കൗശൽ എന്നിവരാണ് അതിഗുരുതരമായിട്ടുള്ള ചികിത്സയിൽ തുടരുന്നുവെന്ന് കഴിഞ്ഞ ദിവസം തന്നെ റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. പരിക്കേറ്റവരുടെ നില ഗുരുതരമാണ് എന്നുള്ള സൂചനകൾ പുറത്തു വന്നതോടെ ആ ഒരു അപകടത്തിന്റെ ആഘാതം എത്രത്തോളം ഉണ്ട് എന്നത് നമുക്ക് വ്യക്തമായതാണ്. പരിക്കേറ്റവരുടെ ചികിത്സയ്ക്ക് വേണ്ട സജ്ജീകരണങ്ങൾ ഒരുക്കാൻ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അധികൃതർക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞു. നമ്മൾ ഇത്തരത്തിലൊരു വാർത്ത പുറത്തുവിടുമ്പോൾ നമ്മൾക്ക് ആവർത്തിച്ച് പറയാനുള്ള ഒരു കാര്യം നിയമലംഘനങ്ങൾ നടത്താതിരിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം നമ്മുടെ നാട്ടിലുള്ള ഗതാഗത നിയമലംഘനങ്ങൾ അത് എത്രത്തോളം വർദ്ധിച്ചു വരുന്നുണ്ട് എന്നുള്ളത്. മറ്റ് പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ മറ്റു നാടുകളിൽ ഗതാഗത നിയമലംഘനങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന നടപടികൾ അത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്കാണ്. ഏറ്റവും വലിയ കുറ്റകൃത്യം എന്നുള്ള രീതിയിലാണ് ഗതാഗത നിയമലംഘനങ്ങളെക്കുറിച്ച് അവർ കാണുന്നത്. ഗൾഫ് പോലുള്ള വിവിധ രാഷ്ട്രങ്ങളിൽ ഗതാഗത നിയമലംഘനങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അവർക്ക് പിന്നീട് വാഹനം ഓടിക്കാനുള്ള ഒരു അനുമതി പോലും നിഷേധിക്കപ്പെടുന്ന സാഹചര്യം. അതുകൊണ്ട് തന്നെ ആ ഒരു വിധി ഉണ്ടാകുമെന്ന് ഭയന്നുകൊണ്ടാണെങ്കിലും ആളുകൾ കൂടുതൽ ജാഗ്രതയോടെയാണ് വാഹനങ്ങൾ ഓടിക്കുന്നത്. പക്ഷേ അത് നമ്മുടെ നാട്ടിലെത്തുമ്പോൾ നേരെ വിപരീതമായി മാറുകയാണ്. കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷ അതിൻ്റെ കാഠിന്യം കുറയുന്നത് കൊണ്ട്, അല്ലെങ്കിൽ കുറച്ച് പണം കൊടുത്ത് ഫൈൻ അടച്ച് ആ പ്രശ്നം സോൾവ് ചെയ്യാം എന്നുള്ള ധൈര്യമൊക്കെയാണോ ഈ പറയുന്നത് പോലെ ആളുകൾക്ക് ഈ നിയമലംഘനങ്ങളെ പ്രേരിപ്പിക്കുന്ന ഒരു കാരണം എന്നുള്ളത് വളരെ വലിയൊരു ചോദ്യമായിട്ട് അവശേഷിക്കുകയാണ്. എന്തായാലും ഈ പറയുന്നത് പോലുള്ള ഓരോ നിയമങ്ങളും ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അത് യാത്രക്കാരുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി മാത്രമല്ല എന്നുള്ളതാണ് ഓർക്കേണ്ടത്. വാഹനം ഓടിക്കുന്ന ഡ്രൈവർക്കുൾപ്പെടെയുള്ള ജീവൻ രക്ഷാപ്രവർത്തനം എന്നുള്ള തരത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ ഓരോ നിയമങ്ങളും തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. കാൽനട യാത്രക്കാർക്കാവട്ടെ, വാഹനത്തിൽ ഇരിക്കുന്നവർക്കാകട്ടെ, നമ്മുടെ മുൻപിലും പിൻപിലുമായിട്ട് യാത്ര ചെയ്യുന്ന മറ്റ് വാഹനത്തിലുള്ള ആളുകൾക്കായിക്കോട്ടെ,
ഓരോ ജീവനും അത്രമാത്രം പ്രധാനപ്പെട്ടതാണ്. അവർക്കൊന്നും ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ അപകടമോ സംഭവിക്കരുത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയിട്ടുള്ള നിരവധി നിയമങ്ങളാണ് നമുക്ക് ചുറ്റിലും ഉള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള നിയമങ്ങൾ പ്രധാനമായിട്ടും ഈ യാത്രക്കാർ അവരെ സുരക്ഷിതമാക്കി നിൽക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ജീവൻ തന്നെ ഈ ഡ്രൈവറുടെ കയ്യിലാണ് എന്ന് ഓർക്കുക. ഡ്രൈവർമാർ കൃത്യമായിട്ട് നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് വാഹനം ഓടിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. വാഹനം ഓടിക്കുമ്പോൾ ഉള്ള ഓരോ നിയമം അനുസരിക്കുന്നത് പോലെ തന്നെ ലൈസൻസ്, പരിചയം, അതൊക്കെ തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൂടെ പരിഗണിച്ച് വേണം വാഹനം ഓടിക്കാൻ. കാരണം നമ്മുടെ കയ്യിലുള്ളത്, ഒരു വാഹനം നമ്മുടെ കയ്യിലെത്തുമ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ഒരുപാട് പേരുടെ ജീവനാണ്. അവർ പോലും അറിയാതെ അവരുടെ ജീവൻ അപഹരിക്കാൻ നാം ഒരു കാരണമാകാതിരിക്കുക. അതുകൊണ്ട് തന്നെ വാഹനം ഓടിക്കുമ്പോൾ കൂടുതൽ ജാഗ്രത പാലിക്കണം എന്ന് തന്നെയാണ് ഈ ഒരു വിഷയവും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്.